കമ്പൈൻ സ്റ്റഡി നല്ലതാണോ? കമ്പൈൻ സ്റ്റഡി അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി നടത്തിയാൽ പാഠങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമോ? പല കുട്ടികളും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കമ്പൈൻ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടിപ്സ് പറയാൻ വന്നിട്ടുള്ളത്. ഇത്ര അപ്ഡേറ്റ്സ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. കമ്പൈൻ സ്റ്റഡി പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി മെത്തേഡാണ് കമ്പൈൻ സ്റ്റഡി എന്ന് പറയാം. കാരണം നിങ്ങൾ 4-5 ആളുകൾ ചെന്നൊരു ഗ്രൂപ്പായിട്ട് പാഠങ്ങൾ പഠിക്കുമ്പോൾ പല ആളുകൾക്കും പലർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും, പല ആളുകൾക്കും കാര്യങ്ങൾ സിമ്പിളായി പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ്സ് കമ്പൈൻ സ്റ്റഡി നടത്തുമ്പോൾ ഉണ്ട്. പക്ഷേ കമ്പൈൻ സ്റ്റഡി കൂടിയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിലാണ് ഈ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുക. മറിച്ച് നിങ്ങൾ കമ്പൈൻ സ്റ്റഡി കൂടിയിട്ട് ഒരാൾ സ്കൂളിൽ നടന്ന കഥ പറയുന്നു, അല്ലെങ്കിൽ ഒരാൾ വീട്ടിൽ നടന്ന കഥ പറയുന്നു, അല്ലെങ്കിൽ സിനിമ കഥ പറയുന്നു, നിങ്ങൾ വേറെ എന്തെങ്കിലും ലൂസ് ടോക്കിലേക്ക് ബ്ലാ ടോക്കിലേക്ക് പോവുകയാണെങ്കിൽ ആ കമ്പൈൻ സ്റ്റഡി കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ലാഭം ഉണ്ടാകാൻ പോകുന്നില്ല, വലിയ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ കമ്പൈൻ സ്റ്റഡി നിങ്ങൾ പ്രോപ്പറായിട്ട് നടത്തുകയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടുകൾ ഷെയർ ചെയ്യുന്നു, അറിയാത്ത ക്വസ്റ്റ്യൻസിന് ആൻസർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, ആ രീതിയിലൊക്കെ പഠിക്കുകയാണെങ്കിൽ കമ്പൈൻ സ്റ്റഡി നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. മറിച്ച് നിങ്ങൾ ലൂസ് ടോക്സ് അല്ലെങ്കിൽ വീട്ടിലെ കഥകൾ, നാട്ടിലെ കഥകൾ, ഫ്രണ്ട്സിൻ്റെ കഥകൾ പറയാനാണ് പോകുന്നതെങ്കിൽ അതൊരിക്കലും ഒരു കമ്പൈൻ സ്റ്റഡി ആവില്ല, കമ്പൈൻ സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് മാറും. അപ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കമ്പൈൻ സ്റ്റഡി ബെസ്റ്റാണ്. മോശമായ രീതിയിലാണെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ലോസസ് ഉണ്ടാക്കും.